ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഒരു പക്ഷേ എന്നെ അറിയാത്ത ഒരുപാട് മക്കളുണ്ടാവില്ല. 8ാം ക്ലാസ്സിലൊന്നും നിങ്ങളുടെ മുന്നിലേക്ക് അത്രയധികം വരാത്ത ഒരാളാണ്. മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി ആണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് 9ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് മുന്നിലേക്ക് സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്തിനാണ് സാർ ഇപ്പോൾ വന്നത്, ഇപ്പോൾ വെക്കേഷൻ സമയമൊക്കെ അല്ലെന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരടക്കം നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചേഴ്സ് ക്ലാസ്സിൽ നിന്ന് ഓരോ ചോദ്യം പറയുന്ന സമയത്തും പല ആളുകളും ഡൗട്ടായിട്ട് നോക്കാറുണ്ട്, സാർ ഇതിൻ്റെയൊക്കെ ഉത്തരം എന്താണ്, എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ നമ്മുടെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരു കുട്ടി ഇനി അങ്ങനെ പറയില്ല. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ഉത്തരം ഓൾറെഡി പഠിച്ചിട്ടാണ് അവർ പോകുന്നത്. ഈ വെക്കേഷൻ സമയത്ത് അത്രയധികം ഒരുപാട് ക്ലാസ്സുകൾ അവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ സമയം കുറച്ച് അതിക്രമിച്ചിട്ടുണ്ടല്ലേ. 28ാം തീയതിയാണ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അതായത് ഇനി നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കാൻ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോ ജോയിൻ ചെയ്താൽ കാര്യമുണ്ടോ? ഡെഫിനറ്റ്ലി ഇനി നിങ്ങൾ ജോയിൻ ചെയ്താലും കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് എല്ലാ ടീച്ചേഴ്സും അടിപൊളിയാണ്. എന്നാൽ പോലും മറ്റു പല സബ്ജക്റ്റുകളും ചിലപ്പോൾ നമുക്ക് സ്കൂളിലെ ക്ലാസ്സുകളൊക്കെ ഒന്ന് മനസ്സിലാവണമെന്നില്ല. അത് ടീച്ചേഴ്സിന്റെ മിസ്റ്റേക്ക് ഒന്നും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ കാരണം നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ ഒരുപാട് കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ടീച്ചേഴ്സിനും എല്ലാ കുട്ടികളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാനൊന്നും പറ്റണമെന്നില്ല. പക്ഷെ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്ന എല്ലാ കുട്ടികളും ഞങ്ങൾക്ക് തുല്യരാണ്. ഒരേ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് ഒക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാനുള്ള അവസരമുണ്ട്, ആ വീഡിയോ വീണ്ടും റിവൈസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 2-3 തവണ കേട്ടാലേ ക്ലാസ് മനസ്സിലാവുള്ളൂ. ഞാൻ അത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ എന്റെ കൂടെ പഠിക്കുന്ന തന്നെ എന്റെ മറ്റുള്ള കുട്ടികൾ, ചില കുട്ടികളുണ്ട്, അവർക്ക് ഒരു തവണ പറയുമ്പോൾ തന്നെ ടീച്ചേഴ്സ് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ചില കുട്ടികൾ ടീച്ചേഴ്സ് പറഞ്ഞതിന് തന്നെ ഉത്തരം വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട്. ചില കുട്ടികൾ എത്ര പഠിപ്പിച്ചാലും പഠിക്കാത്ത മക്കളുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് ലെവലും ആവട്ടെ, നിങ്ങൾ ആ ലെവലിൽ നിന്നും ഒരുപാട് മുന്നിലേക്ക് എത്തിക്കാൻ, കുറച്ചൊന്നല്ല, നിങ്ങൾ ഒരുപാട് മുന്നിലേക്ക് എത്തിക്കാൻ. നിങ്ങൾ ഒന്നും അറിയാത്ത 0-ലുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് മുന്നിലേക്ക് എത്തിക്കാൻ. ഫുൾ മാർക്ക് വാങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒന്നും അറിയാത്തൊരു കുട്ടിയെ കുറച്ച് ദിവസം കൊണ്ടൊന്നും ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിക്കൊണ്ട് ഒരു വർഷം മുഴുവൻ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ആ ഒന്നും അറിയാത്ത കുട്ടിയെ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാനും ഞങ്ങളെ കൊണ്ട് സാധിക്കും. ഹാർഡ് വർക്ക് എടുക്കുക. വെറും നിങ്ങൾ അഡ്മിഷൻ വെറുതെ എടുത്തിട്ട് പാരന്റ്സിന്റെ പൈസ കളയാനല്ല. അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വിളിക്കാം. ഞങ്ങളൊരു ഉറപ്പ് തരികയാണ്, 9ാം ക്ലാസ്സിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായിട്ട് നിങ്ങളുടെ സ്കൂളിലെയും നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ടോപ്പേഴ്സ് ആയിട്ട് നിങ്ങൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു ബേസ് തന്നെയാണ് നമുക്ക് 10ാം ക്ലാസ്സിലേക്കും +1 ഒക്കെ ആവശ്യമുള്ളത്. അതുകൊണ്ട് 9ാം ക്ലാസ് അത്രയും ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. സോ ഒന്നും നോക്കേണ്ട, താഴെ കാണുന്ന നമ്പർ വിളിച്ചുകൊണ്ട് അഡ്മിഷൻ ഉറപ്പ് വരുത്തുക. നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.